നമസ്കാരം. ഈ ആഴ്ചത്തെ സെമിനാരി വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സെമിനാരി വളപ്പിൽ പുതിയൊരു പടുതാക്കുളവും കൂടി നിർമ്മിച്ചു. സെമിനാരിയിലെ 3-ാം വർഷ വിദ്യാർത്ഥിയായ ബ്രദർ ഡൊമിനിക് ഈഴപ്പറമ്പിലാണ് ഇതിനെ ചുക്കാൻ പിടിച്ചത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. പുത്തൻ ലോകത്ത് പുതുപുത്തൻ ആശയങ്ങൾ ഉടലെടുക്കുന്നു. ഞങ്ങളുടെ ഈ സെമിനാരിയിൽ പുത്തനായിട്ട് 2 മീൻകുളങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾക്ക് ബ്രദർ ഫ്രാൻസിസ് ഈഴപ്പറമ്പിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം. ബ്രദറെ, എന്താണ് ഈ മീൻകുളത്തിന്റെ സവിശേഷതകൾ? എന്ത് സിസ്റ്റമാണ് നാം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? നമ്മൾ കാണുന്ന പോലെ തന്നെ പണ്ട് ഇതൊരു സിമന്റ് കുളമായിരുന്നു. അതിന് കാലക്രമേണ ചോർച്ച ഉണ്ടാവുകയും അത് ഉപയോഗശൂന്യമാവുകയും ചെയ്തു. അപ്പോൾ അത് നല്ല രീതിയിൽ നല്ലൊരു പടുതാക്കുളം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിലേക്ക് വന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചാക്ക് കൊണ്ട് ഒരു ബണ്ട് പോലെ കെട്ടി ഒരാൾ പൊക്കത്തിൽ ചാക്ക് ഇടുവാണ് ചെയ്തത്. അതിന്റെ മുകളിലേക്ക് പടുതയാണ് ഇട്ടത്. ഈ കുളത്തിൽ ഏകദേശം 35,000 ലിറ്റർ വെള്ളം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്ന കുളത്തിൽ 20,000 ലിറ്ററോളം വെള്ളം കൊള്ളുന്നു. പിന്നെ ഈ കുളത്തിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞത്, ഈ കുളത്തിൽ പടുത നമ്മൾ തുളയ്ക്കാതെ, അതായത് ഹോൾ ചെയ്യാതെയാണ് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം എടുക്കുന്ന മീനിൻ്റെയൊക്കെ കാഷ്ടങ്ങൾ വലിച്ചെടുക്കാൻ ഉപയോഗപ്രദമായ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ, സാധാരണയായി നമ്മൾ അക്വേറിയങ്ങളിൽ നിന്ന് വെള്ളം മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓസ് 2 ഓസ് എടുത്ത് അതിനകത്ത് വെള്ളം നിറച്ച് ഒന്ന് അക്വേറിയത്തിലും മറ്റേത് തറയിലേക്കും ഒഴിച്ച് അങ്ങനെ പ്രഷർ വേരിയേഷനിൽ വെള്ളം കളയുന്ന അതേ മെക്കാനിസം തമ്മിലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഏകദേശം ഇപ്പുറത്തെ കുളത്തിൽ 400 മീനും ഇപ്പുറത്തെ കുളത്തിൽ 300ഓളം മീനുകളും ഉണ്ട്. ഇവിടെ തൈലൻഡ് തിലോപ്പിയയും ഗിഫ്റ്റ് തിലോപ്പിയയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ മെക്കാനിസത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഈ കുളത്തിന് വാൽവ് പിടിപ്പിച്ചിരിക്കുന്ന ഈ കുളത്തിന്റെ ഏകദേശം 2 മീറ്റർ താഴെയായിട്ടാണ്. നമുക്ക് ഇവിടുത്തെ ഈ വാൽവ് തുറന്നാൽ അറിയാം ഇതിന്റെ എന്തോരം പ്രഷറിലാണ് വെള്ളം വരുന്നതെന്ന്. നമ്മളൊരു മോട്ടറോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇങ്ങനെ വെള്ളം കളയുന്നത്. നമ്മളിവിടെ ഈ കുളങ്ങളിൽ നമ്മൾ 1.5 അടിയോളം കട്ടിക്ക് മണ്ണ് ഈ അടിത്തട്ടിൽ ഇട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന അമോണിയ കുറയ്ക്കാനും അത് പെട്ടെന്ന് തന്നെ ഡീഅമോണിഫൈ ചെയ്ത് വെള്ളം മോശമാകാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിവിടെ ചെളി ഉപയോഗിച്ചിരിക്കുന്നത്. മീൻകുളം നിർമ്മിച്ചതിന് പിന്നാലെ ആരാധനയ്ക്ക് ശേഷം സെമിനാരി റക്ടറായ ഫാദർ ജോസഫ് അധികൽ കുളത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും നിർവഹിച്ചു. സെമിനാരി വിദ്യാർത്ഥികളുടെയും സ്പിരിച്വൽ ഫാദറായ ഫാദർ ഔസേബച്ചന്റെയും വൈസ് റക്ടറായ ഫാദർ ആന്റണി വെളയപ്പള്ളിയുടെയും സാന്നിധ്യത്തിലാണ് ഈ പുണ്യകർമ്മം നടന്നത്. കൊന്തമാസ സമാപനത്തോടനുബന്ധിച്ച് ജപമാല പ്രദക്ഷിണം നടത്തപ്പെട്ടു. 21-ാം തീയതി മുതൽ 31-ാം തീയതി വരെ വ്യത്യസ്തങ്ങളായ മാതാവിന്റെ ജപമാലകൾ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ടു. ലാസലേറ്റ് മാതാവിന്റെ ജപമാല, രക്തക്കണ്ണീർ മാതാവിന്റെ ജപമാല, കരയുന്ന മാതാവിന്റെ ജപമാല, ഫ്രാൻസിസ്കൻ ജപമാല, ഉത്തരീയ ജപമാല, വ്യാകുല ജപമാല തുടങ്ങി അനവധി ജപമാലകൾ നടത്തപ്പെട്ടു. കോതമംഗലം രൂപതയുടെ പരമാധ്യക്ഷനായ മാർ ജോർജ് മണത്തിക്കണ്ടത്തിൽ പിതാവിന്റെ നേതൃത്വത്തിലാണ് ജപമാല റാലി നടത്തപ്പെട്ടത്. ദിവ്യകാരുടെ ആശീർവാദത്തോടുകൂടി അത് അവസാനിച്ചു. ഈ ആഴ്ച രസകരമായ പല ഫോറം മത്സരങ്ങളും നടത്തുകയുണ്ടായി. അവയിലൊന്നാണ് ജോസഫ് കിഴക്കേക്കുറ്റിന്റെയും ബ്രദർ ജോർജ് പുലയമ്പറമ്പലിന്റെയും നേതൃത്വത്തിൽ നടന്ന കോക്കനട്ട് ഷെൽ റീഡിംഗ്. പല വ്യത്യസ്തമായ കോഡ് ഭാഷകൾ ഉപയോഗിച്ചുള്ള ഈ ഫോറം മത്സരത്തിന്റെ വിശദ വിവരങ്ങൾക്കായി നമുക്ക് അവരെ സമീപിക്കാം. ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നല്ലോ കോക്കനട്ട് ഷെൽ റീഡിംഗ്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? കോക്കനട്ട് ഷെൽ റീഡിംഗ് ഞങ്ങൾ നടത്തിയതെന്ന് വെച്ചാൽ, ഈ ആവശ്യമില്ലാത്ത ചിരട്ടകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം എല്ലാ തവണയും നടത്തുന്ന പോലെ ഈ റീഡിങ് എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കാത്ത രീതിയിൽ ഗ്രൂപ്പായിട്ട് ഈ ഷെല്ലിൻ്റെ അകത്ത് ഓരോ കോഡ് ഭാഷകൾ നമ്മൾ പറയുന്ന പോലെ കോഡ് ഭാഷ എഴുതി അതിൻ്റെ ഒരു ക്ലൂ ഗ്രൂപ്പുകാർക്ക് കൊടുത്ത് അവരെ കൊണ്ട് അത് മൊത്തം, അതായത് ഗ്രൂപ്പായിട്ട് ഈ പരിപാടിയാണ് നടത്തിയത്. അപ്പം വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ എല്ലാത്തിലും പങ്കെടുത്തു. ഇപ്പം ഓടാൻ കഴിവുള്ളവരുണ്ട്, അവരുടെ കഴിവ് അതിൻ്റെ അകത്തുള്ളൂ. ഇത് ഷെല്ലിൻ്റെ അകത്ത് വായിക്കാൻ
അങ്ങനെ ഫാസ്റ്റായിട്ട് എല്ലാം തന്നെ ഇതിനകത്ത് നടന്നു. അതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്നിന്റെ ഈ ലോകത്തിൽ നടമാടുന്ന സാമൂഹിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി സെമിനാരി വിദ്യാർത്ഥികൾ ടാബ്ലോ മത്സരം നടത്തുകയുണ്ടായി. അത്യന്തം ആവേശോജ്വലമായ ഈ മത്സരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മാർപ്പാപ്പയുടെ പുതിയ ചാക്രിക ലേഖനമായ ഫ്രത്തിലെത്തൂത്തിയുടെ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫ്രാൻസിൽ നടന്ന മതപീഡനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്നാം ഗ്രൂപ്പ് ചെയ്തത്. രണ്ടാം ഗ്രൂപ്പ് ആകട്ടെ ഏറെ വിവാദം സൃഷ്ടിച്ച സ്റ്റേറ്റ് സ്വാമിയുടെ അറസ്റ്റിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്നിന്റെ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ലവ് ജിഹാദാണ് മൂന്നാം ഗ്രൂപ്പ് അവതരിപ്പിച്ചത്. ഓൺലൈൻ ക്ലാസിന്റെ നല്ല വശവും ചീത്ത വശവും പ്രതിപാദിക്കുന്നതായിരുന്നു നാലാം ഗ്രൂപ്പിന്റെ ദൃശ്യാവിഷ്കരണം. സെമിനാരിയിലെ പുത്തൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതട്ടെ. ഇനിയും സെമിനാരിയിലെ പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.